ലോകത്തിൽ ഒരുപാട് വിഷമുള്ള പാമ്പുകളുണ്ട്. 3000-ലേറെ പാമ്പുകളുണ്ട് നമ്മുടെ ലോകത്തിലാകമാനം ഒന്ന് നോക്കുമ്പോഴത്തേക്ക്. അതിൽ ഏറ്റവും വിഷം കൂടിയ പാമ്പാണ് ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ഏറ്റവും വിഷം കൂടിയ പാമ്പാണ് മൂർഖൻ അല്ലെങ്കിൽ രാജവെമ്പാല എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ രാജവെമ്പാലയൊക്കെ കാട്ടി രാജവെമ്പാലയൊന്നും ഈ ബ്ലാക്ക് മാമ്പായുടെ മുന്നിൽ ഒന്നുമല്ല. അത് കണക്ക് വിഷമുള്ള ഒരു പാമ്പാണ്. ഒരു കടിയിൽ 100 പേരെ വരെ കൊല്ലുവാനുള്ള വിഷം ഈ ബ്ലാക്ക് മാമ്പായുടെ ശരീരത്തിൽ. നമ്മൾ വൈപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാമ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ നമ്മുടെ ഒരു രീതിയിൽ വളരെ മൂർഖം കഴിഞ്ഞാൽ പിന്നെ വൈപ്പർ വളരെ ഒരു അപകടകാരിയായ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതൊക്കെ ഈ ബ്ലാക്ക് മാമ്പായുടെ മുന്നിൽ ഒന്നുമില്ല. നിങ്ങൾ കാണുന്നുണ്ട് ഏത് തരത്തിലാണ് ബ്ലാക്ക് മാമ്പ അതിനെ കടിക്കുന്നതെന്ന്. അതൊന്ന് തിരിഞ്ഞ് കടിക്കുക പോലും ചെയ്യുന്നില്ല. അത്രയ്ക്ക് അപകടകാരിയായ ഒരു പാമ്പാണ് ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. ദൈവാധീനത്തിന് നമ്മുടെ ഇന്ത്യയിലില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. ആഫ്രിക്കൻ കാടുകളിലാണ് ഈ ബ്ലാക്ക് മാമ്പ കൂടുതലായിട്ട് കാണുന്നത്. നമുക്കറിയാം കീരിയും പാമ്പും കണ്ടെങ്കിലും ഡയറക്റ്റ് നേരിടണമെങ്കിൽ അത് കീരിയേ ഉള്ളു. പക്ഷെ കീരിയൊക്കെ ഈ പാമ്പിന്റെ മുന്നിൽ ഒന്നുമല്ല. പാമ്പിന് ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന ഈ പാമ്പിനെ കണ്ടാൽ അത് കീരി എടുത്ത് ഓടിക്കളയും. അത്രയ്ക്ക് വിഷം കൂടിയ പാമ്പാണ്. ഇതിലാണ് അത് മറ്റുള്ള മൃഗങ്ങളെ കൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര സ്പീഡ്, അതായത് കടിച്ചാൽ നമ്മളെ മൂർഖനൊക്കെ കടിച്ചാൽ അല്ലെങ്കിൽ രാജവെമ്പാല കടിച്ചാൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് കിട്ടും. അതായത് കാട്ടിലെ ഏറ്റവും വലിയ സിംഹത്തെ പോലും വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ഒറ്റ കടിയിൽ തീർക്കുന്നു. പക്ഷെ ബ്ലാക്ക് മാമ്പ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കടിക്കുകയേ ഉള്ളു, അല്ലാതെ ഒരിക്കലും അത് ഭക്ഷിക്കത്തില്ല, ഭക്ഷണമാക്കുന്നില്ല. അതിന്റെ ആ ഒരു രീതി വെച്ച് ബ്ലാക്ക് മാമ്പ മുന്നിൽ കാണുന്ന എന്തിനെയാണെങ്കിലും, ആനയാണെങ്കിലും ആനയായിക്കോട്ടെ, സിംഹമായിക്കോട്ടെ, ഏറ്റവും വലിയ വേട്ടക്കാരായ മൃഗങ്ങളെ പോലും ഞെടിയിടയിൽ അത് കടിച്ചു കൊല്ലുന്നു. അത് കാരണം എന്ത് ദയനീയമായിട്ടാണ് ഈ സിംഹം ഇതിന്റെ കടി കൊണ്ട് ഇവിടെ മരിക്കുന്നത്. ആനയൊന്നും ഈ പാമ്പിന് ഒന്നുമല്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ 3000-ലേറെ തരം വിഷമുള്ള പാമ്പുകളുണ്ട്. അതിൽ വെച്ച് ഏറ്റവും വിഷം കൂടിയ ഇനമാണ് ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. ഇതിൽ 600ഓളം ഇനങ്ങൾ വിഷമുള്ളതാണ്. മൂർഖൻ, രാജവെമ്പാല, അണലി, ശംഖുവരയൻ തുടങ്ങി നമ്മുടെ നാട്ടിലുള്ള ഈ പാമ്പുകളെയൊക്കെ അപേക്ഷിച്ച് വളരെ ഉപദ്രവകാരിയും അത് കണക്ക് വിഷമുള്ളത് ഒരു പാമ്പാണ് ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. നമ്മൾ പറയും ബ്ലാക്ക് മാമ്പ, അതായത് കറുത്ത മാമ്പ എന്നാ പറയുന്നത്. പക്ഷെ ഇത് കറുത്ത മാമ്പായെക്കാട്ടി കൂടുതൽ ചാര നിറവും ഇളം തവിട്ട് നിറവുമുള്ള പാമ്പുകളാണ് ലോകത്തിൽ കൂടുതൽ കാണുന്നത്. ഏതായാലും ഇന്ത്യയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞ് അത് നമ്മുടെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് ഇത് കാണുന്നത്. പക്ഷെ മനുഷ്യൻ അവിടെ ചെല്ലാത്തതുകൊണ്ട് മനുഷ്യൻ അധികം കേട്ടിട്ടില്ല ഇതിന്റെ കടി കൊണ്ട് നമ്മുടെ മൂർഖൻ കടിച്ച് അല്ലെങ്കിൽ രാജവെമ്പാല മരിച്ചു ഒരുപാട് പേര് മരിച്ചതായിട്ട് നമുക്ക് കേൾക്കുവാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് മാമ്പ കടിച്ചു മരിച്ചത് ഇത് കടിക്കുന്നതുണ്ട്. ഇത് കടിക്കുന്നതേ ഉള്ളു, അതിനെ അത് ഭക്ഷണമാക്കുന്നില്ല. സിംഹം അതിന്റെ കടി കൊണ്ട് ചത്ത് കിടക്കുക, അതിനെ വീണ്ടും വീണ്ടും കടിക്കുക. അതായത് കടുത്ത വിഷത്തിനോടൊപ്പം ഉയർന്ന ചലനവേഗവും കൃത്യമായി കൊത്തുവാനുള്ള കഴിവും ഈ പാമ്പുകളുടെ പ്രത്യേകതയാണ്. മനുഷ്യവാസം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ പാമ്പുകളെ കാണപ്പെടുന്നത്, ഈ ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ കാട്ടിലാണ് കൂടുതൽ. അതായത് വളരെ ക്രൂര മൃഗങ്ങൾ വസിക്കുന്ന ഒരു കാടാണ് ആഫ്രിക്കയിലെ കാടുകൾ. അതിലെ ഏറ്റവും പ്രശസ്തനായ പാമ്പ് ഇതാണ്, കടിയിൽ അല്ലെങ്കിൽ വിഷത്തിന്റെ കാര്യത്തിൽ. ഇവയുടെ കടി കൊള്ളുമ്പോഴത്തേക്ക് മരണത്തിന്റെ ചുംബനം ഏൽക്കുക എന്നാ പറയുന്നത്. അത്രയ്ക്ക് വിഷമാണ്. നമ്മൾ രാജവെമ്പാലയൊക്കെ ഇതിന്റെ മുന്നിൽ ഒന്നുമല്ല. നമുക്ക് ഏത് തരത്തിലാണ് നമ്മൾ കണ്ടാൽ പോലും പേടിച്ചു പോകും. പാമ്പിനെ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും പേടിയ, പ്രത്യേകിച്ച് അയിനി എന്നൊക്കെ പറഞ്ഞ ഇത്ര ക്രൂര മൃഗങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് മറ്റുള്ള മൃഗങ്ങളെ ഇതിനെക്കാട്ടി വലുതായിക്കോട്ടെ അത് പോയി ആക്രമിച്ചുള്ള ജീവികളുടെ പുറകിൽ നിന്ന് ചെന്ന് കടിക്കുന്ന ഭാവം വലിച്ചെടുക്കുന്ന ഒരു ജീവിയാണ് ഈ അയിനി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് കഴുതപ്പുലി, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കഴുതപ്പുലി. പക്ഷെ അതൊന്നും ബ്ലാക്ക് മാമ്പായുടെ മുന്നിൽ ഒന്നുമല്ല. ഇത് നോക്ക്, ആന നമ്മുടെ ഏറ്റവും ശക്തിശാലിയായ ഒരു മൃഗമാണ് ആന. പക്ഷെ ബ്ലാക്ക് മാമ്പായുടെ കടിയേറ്റ് അതിന്റെ ആ ഒരു ചേഷ്ടകൾ നമ്മൾ കാണണം മരിക്കുന്നതിന് മുന്നുള്ള. അപ്പോൾ ഒരു മനുഷ്യനെ കടിച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യനെ കടിച്ചാൽ എന്തുമാത്രം പ്രയാസമായിരിക്കും. ആനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, അതിന് ഇഞ്ചക്ഷൻ കൊടുത്ത്, പക്ഷെ ആന മരിച്ചു പോകും.